എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. നിധിയെ കാണാൻ വേണ്ടി രാജീവ് ശങ്കർ സുധീഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് സുധീഷും ഹരീഷും വീട്ടിൽ കാണത്തില്ല. സുഭാഷാണ് രാജീവ് ശങ്കറിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. നികേഷും ഭാസ്കരനും എല്ലാം രാജീവ് ശങ്കറിനെ കാണുന്നതും നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാസ്കരന് എന്തോ ഒരു സംശയമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ചതി പ്രയോഗിച്ച് നിധിയെ കൂട്ടിക്കൊണ്ട് പോകാനാന്നുള്ളൊരു സംശയം ഭാസ്കരനുണ്ട്. പക്ഷേ സുഭാഷൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് രാജീവിനോട് പെരുമാറുന്നത്. രാജീവിന് ഭക്ഷണമൊക്കെ എടുത്തു വെക്കും. അവർ കൊടുക്കുന്ന ഭക്ഷണവും വെള്ളമെല്ലാം രാജീവ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നിധിയോട് കുറേ സമയം രാജീവ് സംസാരിക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രാജീവ് പറയും, എനിക്ക് 2 ദിവസം മോളെയും സുധീഷിനെയും കൂടി വീട്ടിൽ കൊണ്ടുപോയി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അതൊരു ന്യായമായ ആവശ്യമില്ലേ, 2 ദിവസം നിങ്ങൾ പോയിട്ട് വരാനൊക്കെ പറയും. പക്ഷേ അത് സുധീഷിന് നല്ല സംശയം തോന്നുവാണ്. സുധീഷ് പറയും, എനിക്ക് സമയം കാണത്തില്ല, എനിക്ക് ലോങ് ട്രിപ്പൊക്കെ പോകാനുണ്ട്, അതുകൊണ്ട് ജോസഫേട്ടൻ ലീവ് തരത്തില്ല എന്നൊക്കെ പറയും. ഉടമ്പനാണ് നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. ഹരീഷും സുധീഷും കൂടി സംസാരിക്കുകയാണ്. സുധീഷ് ഹരീഷിനൊക്കെ പറയും, എന്തോ ഒരു ചതി മണക്കുന്നുണ്ടടാ, എനിക്കിപ്പോഴും സംശയം അങ്ങോട്ട് മാറിയിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കാറിൽ നിധിയുടെ അച്ഛൻ കയറിയായിരുന്നു. അതിനുശേഷം എന്നോട് പോലും പറയാതെ പെട്ടെന്ന് വീട്ടിലോട്ട് വരിക, ഞങ്ങളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുക. എന്തോ ഇനി ഒരുപക്ഷെ നിധിയെ തിരിച്ച് വിടത്തില്ലയോ എന്നൊക്കെ ഹരീഷിനോട് പറയും. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുധീഷ് ഏട്ടൻ കൂടെ വരെ അദ്ദേഹം പറയത്തില്ലല്ലോ, ഇത് രണ്ടുപേരും സ്നേഹം കൊണ്ട് വിളിക്കുന്നതായിരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും ഒരു മോളല്ലയോ, ഒരു ഡ്രൈവറുടെ കൂടെ ഇറങ്ങി വന്നെന്നൊക്കെ അറിയുമ്പോൾ ഉള്ള മനസ്സ് വിഷമിച്ചാണ്. എടാ ഹരീഷേ, നീ വെറുതെ ഓരോന്ന് പറയരുത്, ഞാൻ സത്യം സുധീഷ് ഏട്ടാ പറഞ്ഞത്, എന്തായാലും സംഭവിച്ചു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ സുധീഷ് ഏട്ടനും കൂടി പോകുന്നതായിരിക്കും നല്ലത്. ഞാനങ്ങ് പോകത്തില്ല എന്ന് പറയും. സുധീഷ് ഏട്ടൻ പോയില്ലെങ്കിൽ ഒരുപക്ഷെ നിധിയേട്ടത്തിയെ കൂട്ടിക്കൊണ്ട് പോയാൽ അദ്ദേഹം തിരിച്ചു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ, അപ്പം ഞാൻ കൂടി പോകല്ലേ, അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്, സുധീഷ് ഏട്ടൻ കൂടി പോയിട്ട് വരാൻ. എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ നോക്കാം, ഞാനും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷും കൂടി റൂമിലോട്ട് ചെല്ലും. അതിനുശേഷം എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കും. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഹരീഷും സുധീഷും കൂടി റൂമിൽ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുകയാണ്. ആ സമയത്താണ് രാജീവ് അങ്ങോട്ട് വരുന്നത്. രാജീവ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹരീഷ് പറയും, എങ്കിൽ നിങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് പോവും. ആ സമയത്ത് രാജീവിനെ സുധീഷ് നോക്കും. എന്നിട്ട് ചോദിക്കും, തോളിൽ ഇങ്ങനെ വന്നിങ്ങനെ എന്തൊക്കെയുണ്ട് സുധീഷേ, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. സുധീഷിന് എന്താ ഒരു സംശയം പോലെ ഞാൻ ഇങ്ങോട്ട് വന്നത്. സുധീഷ് ഒന്നും മിണ്ടത്തില്ല. നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത്? ഞാൻ നിൻ്റെ അടുത്ത് ദിവസം പറഞ്ഞു, 7 ദിവസത്തിനുള്ളിൽ നിധിയെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിരിക്കുമെന്ന്. ഇപ്പം അതിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞിരിക്കും. ഇന്ന് 1ാമത്തെ ദിവസം. ഇനി വരുന്ന 6 ദിവസത്തിനുള്ളിൽ നിധിയെ ഞാൻ എൻ്റെ വീട്ടിലെത്തിച്ചിരിക്കും. അവൾ രാജീവ് ശങ്കറിൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ താമസിക്കുമെന്ന് പറയും. നിങ്ങൾ വന്നപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണെന്ന് പറയും. അതേടാ, ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെ വന്നിരിക്കുന്നത്. അവളെ പഠിപ്പിച്ച് ഈ നിലയിലാക്കി എനിക്ക് അവളെ ഇവിടെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ലല്ലോ. അവളെ ഓരോന്നും പറഞ്ഞ് മയക്കി കള്ളത്തനം പറഞ്ഞ് നീ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നീ എന്താ കരുതിയത്, ഞങ്ങൾ അവളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചെന്നോ? ഒരു അച്ഛനും അമ്മയ്ക്കും അതിന് കഴിയില്ല. എൻ്റെ മോളെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. അവൾ ഈ കാടിക്കുഴിയിലല്ല താമസിക്കേണ്ടതെന്ന് പറയും. അപ്പോഴത്തേക്കാണ് നിധി അങ്ങോട്ട് വരുന്നത്. നിധി കാണുന്നതും ഭയങ്കര തോളിലൊക്കെ തട്ടി നല്ല സംസാരമാണ്. എന്താ വെച്ചാൽ, ഞാൻ വെറുതെ സുധീഷിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അച്ഛൻ കിടക്കുന്നില്ലേ എന്ന് പറയും. കിടക്കാം. അപ്പോഴത്തേക്ക് കിടക്കാൻ വേണ്ടി സുഭാഷ് അകത്തുനിന്ന് നല്ലൊരു കട്ടിലൊക്കെ എടുത്തുകൊണ്ട് വരും. ഒരു മെത്തയും നല്ല തലയാണയും ഉറയൊക്കെ എടുത്തിട്ട് കൊടുക്കും. അയ്യോ ഇതൊന്നും വേണ്ട, ഞാൻ നിലത്തൊരു പാവിരിച്ച് കിടക്കത്തില്ലെന്ന്. അയ്യോ സാറോ, അതൊന്നും വേണ്ട, ഞങ്ങളുടെ വീട്ടിലുള്ള ചെറിയ സൗകര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സാറിനെ സൽക്കരിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ പറയുമ്പോൾ അതിന് ആവശ്യമില്ല സുഭാഷ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലും മെത്തയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ കിടക്കും. ചോദിക്കും. അപ്പോഴത്തേക്ക് പറയും, മോളോ? ഞാൻ അകത്ത് കിടന്നോളാം എന്ന് പറയും. മോൾക്ക് സ്വന്തമായിട്ട് റൂമൊക്കെ ഉണ്ടോ ഇവിടെ? എനിക്ക് മാത്രമേ ഈ വീട്ടിൽ റൂമുള്ളത്, ബാക്കി എല്ലാവരും ഹോളിലാണ് കിടക്കുന്നതെന്ന് പറയും. എനിക്ക് ശരി എന്ന് പറയാം. അങ്ങനെ എല്ലാവരും കിടക്കുകയാണ്. ആ സമയത്ത് സുധീഷും ഇവരുടെ കൂടെ വന്ന് കിടക്കും. അപ്പോഴത്തേക്ക് രാജു ചോദിക്കും, അല്ല സുധീഷ് എന്താ എല്ലാവരുടെയും കൂടെ ഹോളിൽ വന്ന് കിടക്കുന്ന, മോളിലൂടെ ഇല്ലേ കിടക്കണ്ടേ? ഉടനെ സുധീഷിനെ കളിയാക്കിയാന്ന് മനസ്സിലായി. അപ്പോഴത്തെ പറയാം, അത് ഞാൻ നാളെ എന്തായാലും അങ്ങോട്ട് വരികയല്ലേ, അപ്പം ഇന്ന് എല്ലാവരുടെയും കൂടെ കിടക്കാമെന്ന് കരുതി ഇവിടെ കിടന്നതാന്ന് പറയും. അങ്ങനെയാണോ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സുഭാഷ് എഴുന്നേറ്റ് ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കും. അപ്പോഴത്തേക്കാണ് നിധി അങ്ങോട്ട് വരുന്നത്.
നിധിയെ കാണുന്നതും ചോദിക്കും സുഭാഷ് ചേട്ടൻ രാവിലെ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റ് മോളെ. അച്ഛൻ ലേറ്റാവും എഴുന്നേക്കാൻ. ഇല്ല അച്ഛൻ ഇപ്പോൾ എഴുന്നേക്കുമെന്ന് പറയും. അച്ഛന് കഴിക്കാൻ എന്താ മോളെ ഇഷ്ടം? എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ ഉണ്ടാക്കി വെക്കാമായിരുന്നു. അങ്ങനെയൊന്നുമില്ല സുഭാഷ് ചേട്ടൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അച്ഛൻ കഴിച്ചോളും എന്ന് പറയും. ഓ അങ്ങനെയാണോ? മോളെ അങ്ങോട്ട് അല്ല ഞാൻ വേണ്ട ബാത്റൂമിലോട്ടൊന്നും പോകണ്ട, ബാത്റൂമെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കാൻ വരും. എന്തിനാ സുഭാഷ് ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടത്? ഞാൻ രാവിലെ എഴുന്നേറ്റ് ക്ലീൻ ചെയ്യത്തില്ലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. മോളുടെ അച്ഛൻ എഴുന്നേൽക്കുമ്പോൾ ബാത്റൂമിൽ പോയി ഫ്രഷ് ആവാൻ പറ, അതൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറയും. ഉടനെ സുധീഷ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമോ? സുധീഷിൻ്റെ ഫാദറിലാണ് വന്നേക്കുന്നത്. പക്ഷേ സുധീഷ് അതൊന്നും നോക്കുന്ന പോലുമില്ല. ഉടനെ സുധീഷ് എഴുന്നേക്കടാന്ന് പറയും, സമയം ഒത്തിരി ആയെന്ന്. അങ്ങനെ സുധീഷ് പതുക്കെ എഴുന്നേക്കും. സുധീഷ് എഴുന്നേറ്റ് ചോദിക്കും, ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് രാജീവൊക്കെ എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിൽക്കും. എങ്കിൽ മോള് പോകാൻ റെഡിയാണല്ലോ, ബാഗെല്ലാം എടുത്തോന്ന് ചോദിക്കും. മോളെ ഡ്രസ്സൊന്നും അധികം എടുക്കണ്ട, മോളുടെ ഡ്രസ്സ് ഇഷ്ടം പോലെ വീട്ടിൽ ഇരിപ്പുണ്ട്. അഥവാ തികയാതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി മോൾക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്കാം. പിന്നെ 2 ദിവസത്തേക്ക് നിൽക്കാനല്ലേ വെച്ചാൽ? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം നിധി കാറിൻ്റെ പുറത്തോട്ട് വരും. അപ്പോഴത്തേക്ക് ചോദിക്കും, സുധീഷ് നീ പോകുന്നില്ലേ? ഇല്ല ഞാൻ പോകുന്നില്ല. അതെന്താ? അത് എനിക്ക് ലീവ് കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് രാജീവിന് വലിയ സന്തോഷമാകും. നിധിയെ മാത്രം കൂട്ടിക്കൊണ്ടുപോകണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അല്ല സുധീഷിന് തിരക്കാണെങ്കിൽ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. അതൊന്നും ശരിയാവത്തില്ല, സുധീഷും കൂടി വരുമെന്ന് പറയും. അങ്ങനെ സുധീഷ് കരുതുന്നത് താൻ പോകുന്നില്ലെന്ന് കരുതുമ്പോൾ നിധിയും പോകത്തില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കുമെന്നാണ്. പക്ഷേ നിധി പോകാൻ റെഡിയായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ പ്ലാനും പൊളിഞ്ഞു. അപ്പോൾ അല്ല ഞാനും കൂടി വരുന്നതെന്ന് പറയും. അങ്ങനെ സുധീഷും കൂടി പോകാനായിട്ട് റെഡിയാവും. അപ്പോഴത്തേക്ക് രാജീവിൻ്റെ പദ്ധതി പൊളി. കാരണം വെച്ചാൽ സുധീഷ് വരത്തില്ലെന്നാണ് കരുതിയത്, പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നികേഷൻ കരയാൻ തുടങ്ങും. നികേഷിനങ്ങ് ഭയങ്കര സങ്കടമാണ്. നികേഷ് കരയുമ്പോഴത്തേക്ക് നിധി എന്ന് പറയും, കരയാതെ നികേഷേ എന്ന് പറയും. അവനെ പറയും, ഏട്ടത്തിൽ പോയിട്ട് പെട്ടെന്ന് വരുത്തി 2 ദിവസമുള്ളിൽ ഏട്ടൻ തിരിച്ചു വരുത്താൻ ചോദിക്കും. പിന്നെ ഞാനിങ്ങ് തിരിച്ചു വരുത്തില്ലേ. അപ്പോൾ സുഭാഷ് പറയും, നിധിയുടെ വീട്ടിലോട്ടല്ലേ മോനെ പോകുന്നത്, നമ്മളെക്കാട്ടും കൂടുതലടുപ്പം അവരുമായിട്ടൊക്കെ ഇല്ലേ, 2 ദിവസമൊക്കെ അവിടെ പോയി നിന്ന് അമ്മയും ചേട്ടനെ കണ്ടതിന് ശേഷം ഇത് തിരിച്ചു വരുമെന്ന് പറയും. സത്യമാണോ ഏട്ടത്തിയമ്മ എന്ന് പറയും. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന കരയാൻ നികേഷ് എന്നൊക്കെ പറയും. ഉടനെ അപ്പോഴത്തേക്കാണ് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരൻ സ്ഥിരം രാവിലെ ഒരു ചായ കൂടിയുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവർ പോകാനൊക്കെ റെഡിയായി. എല്ലാവരും റെഡി ഇറങ്ങിയോ പോകാൻ? ഇറങ്ങിയെന്ന് പറയും. എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളെന്ന് പറയും. അമ്മ രാജീവനെ നോക്കിക്കൊണ്ട് ഭാസ്കരൻ ചോദിക്കും, ഇതൊരു ചതിയല്ലല്ലോ? അപ്പോൾ രാജീവൻ ചോദിക്കും, അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല എന്തോ എനിക്കങ്ങനെ തോന്നി, ഞങ്ങളുടെ മോളെ തിരിച്ചുകൊണ്ട് തിരുത്തില്ലേ ഇങ്ങോട്ട്, പിന്നെ എന്താ പറയുക, അങ്ങനെ ചതിക്കാനാണെങ്കിൽ എനിക്കിവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മോളുടെ കൂടെ ഒരു ദിവസം താമസിക്കാനും അവളെ 2 ദിവസം എൻ്റെ കൂടെ നിർത്താനും വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയും. ശരി അങ്ങനെ ആവട്ടെ, വിശ്വസിക്കുന്നു എന്ന് പറയും. ഉടനെ കൈ കുറച്ച് സ്നാക്സ് ഇരിക്കും, അതെടുത്ത് നിധിക്ക് കൊടുക്കും. ഇതെന്താ അച്ഛാ? ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാ, നോക്ക് പോകുന്ന വഴിക്ക് കാറിലിരുന്ന് കഴിക്കാമെന്ന് പറയും. ഇതൊന്നും വേണ്ട, ഇതും കൊണ്ട് പോയാൽ മതിയെന്ന് പറയും. അങ്ങനെ അതൊക്കെ എടുത്ത് കൈ കൊടുക്കും. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭാസ്കരനോ നല്ല വിഷമം വരും നിധി അവിടെ നിന്ന് ഇറങ്ങുന്ന കാണുമ്പോഴത്തേക്ക്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിധി കാറിലോട്ട് കയറും. ആ സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് രാജീവാണ്. രാജീവ് ഡ്രൈവ് ചെയ്യും, അവർ 2 പേരും ബാക്കിലിരിക്കും. അങ്ങനെ എല്ലാവരുടെയും കാറിൽ കയറി അങ്ങോട്ട് യാത്ര പോവുകയാണ്. ഒരു കാർ എടുക്കുന്നതിന് മുമ്പ് രാജീവ് പറയും, എന്ത് പറ്റി വെച്ചാൽ അത് എനിക്ക് നല്ല തലവേദന, എന്തോ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സുധീഷ് നല്ലോണം കാർ ഡ്രൈവ് ചെയ്യുമല്ലോ, സുധീഷ് വണ്ടി എടുക്കാൻ പറയും. ഉടനെ സുധീഷ് പറയും, എങ്ങനെയെങ്കിലും നിധിയുടെ കൂടെ അവിടെ ഇരിക്കാമെന്ന് കരുതിയതാ, അത് സമ്മതിക്കത്തില്ലല്ലോ എന്ന് പറയും. തലവേദന ആണെങ്കിൽ അച്ഛൻ ഓട്ടിക്കണ്ട, സുധീഷ് ഡ്രൈവ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ സുധീഷിനെ ഡ്രൈവിംഗ് സീറ്റിലാക്കിയിട്ട് രാജീവ് നേരെ ബാക്ക് സീറ്റിലോട്ട് വരും. അങ്ങനെ സുധീഷ് പിന്നെയും രാജീവിൻ്റെ കാർ ഡ്രൈവർ ആവുകയാണ്. അങ്ങനെ രാജീവും നിധിയും കൂടി കാറിൻ്റെ ബാക്ക് സീറ്റിലും സുധീഷ് ഫ്രണ്ട് സീറ്റിലും ഇരുന്ന് യാത്ര പോവുകയാണ്. ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടി സുധീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നിധിയെ ചേർത്ത് പിടിച്ച് തലയിലൊക്കെ തടവി ഇങ്ങനെ രാജീവ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുത്തിയേക്കുമാണ്. അതൊക്കെ കാണുമ്പോൾ അങ്ങ് സുധീഷ് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ പോലെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ഇനി വീട്ടിൽ ചെല്ലുന്ന തക്കലേക്ക് നിധിയുടെ വീട്ടിൽ ചെല്ലുന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.